ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ടോക്കെല്ലാം നമുക്കുണ്ടാക്കിയാലോ. ആദ്യമേ തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഞാൻ കുറച്ചും കൂടെ ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു അരമണിക്കൂർ അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് വീണ്ടും ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കോരി നോക്കുമ്പോൾ ദോശമാവിൻ്റെ കൂട്ട് തന്നെ വരണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്. ഇനി ഞാനൊരു 3 ബൗളിലേക്ക് ഒരേ അളവിൽ ഈ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ക്യാരറ്റിൻ്റെ പ്യൂരിയാണ് കേട്ടോ. ക്യാരറ്റ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താണ്. അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിൽ ഒന്നിലേക്ക് ചേർക്കുക. നമ്മളിപ്പോൾ ഒരു ട്രൈ കളർ കോംബോ ആണല്ലോ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുങ്കുമ കളർ. ഇനി അടുത്തത് ഞാൻ പാലക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാലക്കിൻ്റെ ഇല മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് അത് അരിച്ചെടുത്തതാണ്. അത് ഒന്നിലും എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊക്കെ തൂവിന് ശേഷം നമ്മൾ ക്യാരറ്റിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ആവി കൊള്ളിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ കളർ മീൻസ് ഈ വെജിറ്റബിൾസിൻ്റെ ഒന്നും ചേർക്കാത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് ഈ പാലക്കിൻ്റെ ഇതൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവി കൊള്ളിച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഡിമോൾഡ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്ല കിട്ടും. നല്ല ത്രിവർണ്ണ കളറിൽ കിട്ടും. നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിൻ്റെ കൂടെ കോക്കനട്ട് ചട്നിയോ ടൊമാറ്റോ ചട്നിയോ കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.